ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഗ്രേഡ് 7 ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 3, 4, 5, 6 ആൻഡ് 7 ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 നമ്മൾ വേറെ വീഡിയോസ് ആയിട്ട് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ എക്സസൈസിൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ആക്കിയില്ല, എല്ലാം കൂടി ഒന്നിച്ച് ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. Identify the numerical coefficient of terms other than constants in the following. ഇവിടെ നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അതിലെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റൻസ് അല്ല വേണ്ടത്, ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ആണ് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഇവിടെ എക്സ്പ്രഷൻ 5 - 3t². ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 5 ഒരു കോൺസ്റ്റന്റ് ആണ്, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഒരു -3t² ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടേം. അതിലെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് -3 ആണ്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കാം. ഇവിടെ എക്സ്പ്രഷൻ 1 + t + t² + t³ 1 കോൺസ്റ്റന്റ് ആണ്. ബാക്കി എല്ലാ ടേംസും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടേം t ആണ്, പിന്നെ t² ആണ്, പിന്നെ t³ ആണ്. ഈ ഓരോ ടേംസിൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് നോക്കാം. ടിയുടെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 1 ആണ്, t²ൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റും 1 തന്നെ, t³ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റും 1 തന്നെയാണ്. അടുത്ത എക്സ്പ്രഷൻ x + 2xy + 3y. ഇവിടെ 3 ടേംസ് ഉണ്ട്. ആ ടേംസ് ഇങ്ങോട്ട് എഴുതാം. x, 2xy, 3y. എക്സിൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 1 ആണ്, 2xyയുടെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 2 ആണ്, വൈയുടെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 3 ആണ്. അടുത്ത എക്സ്പ്രഷൻ നോക്കാം. 100m + 1000n. ഇവിടുത്തെ ടേംസ് 100m and 1000n. 100mൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 100 ആണ്, 1000nൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 1000 ആണ്. ഇനി അടുത്തത് എക്സ്പ്രഷൻ -p² q² + 7pq. ടേംസ് എഴുതാം നമുക്ക്. -p² q² ഒരു ടേം, 7pq അടുത്ത ടേം. ഇനി ഈ ടേമിലെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് -1, ഇതിലെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 7. ഇനി അടുത്ത എക്സ്പ്രഷൻ എഴുതാം. 3.14 r². ഇതിലെ ടേംസ് 3.14 r² ആണ്, ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 3.14. അടുത്ത എക്സ്പ്രഷൻ 1.2a + 0.86. ഇവിടെ 0.86 കോൺസ്റ്റന്റ് ആണ്. നമുക്ക് 1.2a എടുക്കാം. ഇവിടെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 1.2 ആണ്. മനസ്സിലായല്ലോ. വളരെ ഈസിയാണ് അല്ലേ. അടുത്ത എക്സ്പ്രഷൻ 2 × l + b ആണ്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. ആദ്യം ഈ 2 ഈ l ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ 2 ഈ b ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 × l is 2l + 2 × b is 2b. അപ്പോൾ നമുക്ക് 2 ടേംസ് ആണ് ഇതിൽ വരുന്നത്. അത് രണ്ടും ഇങ്ങോട്ട് എഴുതാം. 2l 2b. ഇനി 2lൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 2 ആണ്, 2bയുടെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 2 ആണ്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് എക്സ്പ്രഷൻ 0.1y + 0.01y². ഇതിലെ ടേംസ് 0.1y 0.01y². ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് 0.1 and 0.01. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. Identify terms which contain x and give the coefficient of x. ഇവിടെ നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അതിലെ എക്സ് ഉള്ള ടേംസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതൊക്കെയാണെന്ന് എഴുതണം. ഫസ്റ്റ് എക്സ്പ്രഷൻ y² x + y ആണ്. അതിൽ എക്സ് ഉള്ള ടേം എന്ന് പറയുന്നത് y² x ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് y² ആണ്. അടുത്ത എക്സ്പ്രഷൻ 13y² - 8yx ആണ്. ഇതിൽ എക്സ് ഉള്ള ടേം എന്ന് പറയുന്നത് -8yx ആണ്. അപ്പോൾ ഇതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ചോദിക്കുമ്പോൾ എക്സ് അല്ലാതെ എന്തെല്ലാം ഈ ടേമിലുണ്ടോ അത് മുഴുവൻ നമ്മൾ ഇങ്ങോട്ട് എഴുതണം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് -8y. ഇനി അടുത്ത എക്സ്പ്രഷൻ നോക്കാം. x + y + 2. ഇവിടെ എക്സ് ഉള്ള ടേം ഇതാണ്, എക്സ്, അതിങ്ങോട്ട് എഴുതാം. അപ്പോൾ ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്.
ഇനി അടുത്തത് നോക്കാം. 5 പ്ലസ് സെഡ് പ്ലസ് സെഡ് എക്സ്. ഇവിടെ എക്സ് ഉള്ള ടേം സെഡ് എക്സ് ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് സെഡ് ആണ്. അടുത്ത എക്സ്പ്രഷൻ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് വൈ. ഇതിൽ രണ്ട് ടേംസിൽ നമുക്ക് എക്സ് കാണാൻ പറ്റും. ഒന്ന് എക്സ് തന്നെ, അടുത്തത് എക്സ് വൈ. ഈ ടേമില് എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. എക്സ് വൈയില് എക്സിന്റെ കോഎഫിഷ്യന്റ് വൈ ആണ്. ഈ എക്സ്പ്രഷൻ നോക്കാം. 12xy² പ്ലസ് 25. ഇവിടെ എക്സ് ഉള്ള ടേം 12xy² ആണ്. എക്സിന്റെ കോഎഫിഷ്യൻസ് 12y² ആണ്. അടുത്തത് 7x പ്ലസ് xy². ഇവിടെ എക്സ് ഉള്ള രണ്ട് ടേംസ് ഉണ്ട്. ഒന്ന് 7x, അടുത്തത് xy². ഈ ടേമിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് 7, ഈ ടേമിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് y². മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ടേംസ് വിച്ച് കണ്ടെയ്ൻ y² ആൻഡ് ഗിവ് ദ കോഎഫിഷ്യന്റ് ഓഫ് y². നേരത്തെ നമ്മൾ എഴുതിയത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിരുന്നു. ഇനി നമുക്ക് വേണ്ടത് y²ന്റെ കോഎഫിഷ്യന്റ് ആണ്. ഓരോന്നായിട്ട് നോക്കാം. എക്സ്പ്രഷൻ 8 മൈനസ് xy² ആണ്. ഇവിടെ y² ഉള്ള ടേം മൈനസ് xy² ആണ്. y²ന്റെ കോഎഫിഷ്യന്റ് -x. അടുത്തത് നോക്കാം. 5y² പ്ലസ് 7x. ഇവിടെ y² ഉള്ള ടേം 5y² ആണ്. y²ന്റെ കോഎഫിഷ്യന്റ് 5 ആണ്. അടുത്ത എക്സ്പ്രഷൻ 2x² മൈനസ് 15xy² പ്ലസ് 7y². ഇതിൽ y² ഉള്ള രണ്ട് ടേംസ് ഉണ്ട്. ഒന്ന് -15xy²ഉം അടുത്തത് 7y². ഈ ടൈമില് y²ന്റെ കോഎഫിഷ്യന്റ് -15x-ഉം ഈ ടൈമില് y²ന്റെ കോഎഫിഷ്യന്റ് 7-ഉമാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ക്ലാസിഫൈ ഇൻടു മോണോമിയൽസ്, ബൈനോമിയൽസ് ആൻഡ് ട്രൈനോമിയൽസ്. എന്താണ് മോണോമിയൽസ്, ബൈനോമിയൽസ്, ട്രൈനോമിയൽ എന്നൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ടേം മാത്രമാണ് ഒരു എക്സ്പ്രഷനിൽ ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ മോണോമിയൽ എന്ന് വിളിക്കും. 2 ടേംസ് ഉണ്ടെങ്കിൽ ബൈനോമിയൽ, 3 ടേംസ് ഉണ്ടെങ്കിൽ ട്രൈനോമിയൽ. നോക്കാം നമുക്ക്. 4y മൈനസ് 7x. ഇവിടെ 4y ഒരു ടേമാണ്, -7x അടുത്തൊരു ടേം. അപ്പൊ ഇത് എന്താണ്? ബൈനോമിയൽ ആണ് അല്ലെ. y², ഇവിടെ ഒരു ടേം അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്കത് മോണോമിയൽ എന്ന് എഴുതാം. അടുത്തത് x പ്ലസ് y മൈനസ് xy. ഇവിടെ 3 ടേംസ് ആണുള്ളത്. അപ്പൊ ഇത് ട്രൈനോമിയൽ ആയിരിക്കും. ഇനി അടുത്തത് 100, ഒരു ടേമേ ഉള്ളൂ അല്ലേ. അപ്പൊ അതെന്താണ്? മോണോമിയൽ. അടുത്തത് AB മൈനസ് A മൈനസ് B, 3 ടേംസ് ഉണ്ട്. അപ്പൊ അത് ട്രൈനോമിയൽ ആയിരിക്കും. 5 മൈനസ് 3t, 2 ടേംസ് ആണുള്ളത് അല്ലേ. അപ്പൊ അത് ബൈനോമിയൽ ആയിരിക്കും. അടുത്തത് 4p² മൈനസ് 4pq². ഇവിടെ നമുക്ക് ടേംസ് കാണുമ്പോൾ അതിൽ വേരിയബിൾസ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ പവറുകൾ വ്യത്യാസമുണ്ട്. 2 ടേംസ് ഉണ്ട്. അപ്പൊ ബൈനോമിയൽ ആണ്. 7mn, ഒരു ടേമേ ഉള്ളൂ, മോണോമിയൽ. z² മൈനസ് 3z പ്ലസ് 8, 3 ടേംസ് അല്ലേ. അപ്പോൾ ട്രൈനോമിയൽ. a² പ്ലസ് b², 2 ടേംസ്, ബൈനോമിയൽ. z² പ്ലസ് z, 2 ടേംസ്, അതും ബൈനോമിയൽ തന്നെയാണ്. 1 പ്ലസ് x+x², 3 ടേംസ്, ട്രൈനോമിയൽ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6. സ്റ്റേറ്റ് വെദർ എ ഗിവൺ പെയർ ഓഫ് ടേംസ് ഈസ് ഓഫ് ലൈക്ക് ഓർ അൺലൈക്ക് ടേംസ്. ഇവിടെ തന്നിട്ടുള്ള ടേംസ് ഒക്കെ ലൈക്ക് ടേംസ് ആണോ അൺലൈക്ക് ടേംസ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ലൈക്ക് ടേംസ് ആണെങ്കിൽ അതിൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ വേരിയബിൾസ് ഒക്കെ സെയിം ആയിരിക്കണം, വേരിയബിൾസിന്റെ പവറും സെയിം ആയിരിക്കണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1 and 100, 1ഉം 100ഉം കോൺസ്റ്റൻസ് ആണ് അല്ലെ, ലൈക്ക് ടേംസ് ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. -7x and 5/2x, രണ്ടിലെ വേരിയബിൾസും സെയിം ആണ്, വേരിയബിൾസിന്റെ പവറും സെയിം ആണ്. അപ്പൊ ഇതും നമുക്ക് ലൈക്ക് ടേംസ് എന്ന് തന്നെ എഴുതാം. ഇനി അടുത്തത് -29x, -29y, വേരിയബിൾസ് സെയിം അല്ല, ഇവിടെ x ആണ്, ഇവിടെ y ആണ്, അതുകൊണ്ട് ഇത് അൺലൈക്ക് ടേംസ് ആണ്. 14xy and 42yx, ഇവിടെ വേരിയബിൾസ് നോക്കാം. ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്, ഇവിടെ y ഉണ്ട്, ഇവിടെയും y ഉണ്ട്. xy എന്ന് എഴുതിയാലും yx എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. അപ്പോൾ ഇത് ലൈക്ക് ടേംസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. 4m²p 4mp². ഇവിടെ നമുക്ക് വേരിയബിൾസ് ഒക്കെ സെയിം തന്നെ ആയിട്ടാണ് കാണുന്നത്, പക്ഷെ പവറുകൾ വ്യത്യാസമുണ്ട്. ഇവിടെ m² ആണ്, ഇവിടെ m ഉള്ളൂ, ഇവിടെ p ആണ്, ഇവിടെ p² ആണ്. അൺലൈക്ക് ടേംസ് ആണ് കേട്ടോ. ഇനി അടുത്തത് 12xz and 12x² y².
ഇവിടെ വേരിയബിൾസ് ഡിഫറൻ്റ് ആണ്. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ആണ്, ഇവിടെ സെഡ് ആണ്, ഇവിടെ വൈ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇതും അൺലൈക്ക് ടേംസ് എന്ന് തന്നെ എഴുതാം. മനസ്സിലായല്ലോ? അടുത്തത് ക്വസ്റ്റ്യൻ 7. ഇത് ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ലൈക്ക് ടേംസ് ഇൻ ദ ഫോളോയിങ്. ഇവിടെ നമുക്ക് കുറേ ടേംസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ലൈക്ക് ടേംസ് ഐഡന്റിഫൈ ചെയ്ത് എഴുതണം. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ കാണുന്ന ടേം നെഗറ്റീവ് എക്സ് വൈ സ്ക്വയർ ആണ്. അടുത്ത ടേം നെഗറ്റീവ് 4yx² ആണ്. ഇത് രണ്ടും ലൈക്ക് ടേംസ് അല്ല, അതുകൊണ്ട് അത് വേറെ എഴുതാം നമുക്ക്. ഇനി അടുത്തത് 8x² ആണ്. ഡിഫറെൻറ്റ് ടേം ആണ്, അതങ്ങോട്ട് എഴുതാം. അടുത്ത ടേം 2xy² ആണ്. ഇവിടെ നമുക്കൊരു ടേം xy² ഉള്ളതുണ്ട്, അതിൻ്റെ അടുത്ത് എഴുതാം. ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ് കേട്ടോ. ഇനി അടുത്തത് 7y². ഡിഫറെൻറ്റ് ടേം ആണ്. നമ്മളിവിടെ എഴുതിയതിലൊന്നും y² മാത്രമായിട്ടുള്ള ടേംസ് ഇല്ല, അത് വേറെ എഴുതാം നമുക്ക്. അടുത്തത് നെഗറ്റീവ് 11x². x² മാത്രമായിട്ടുള്ള ടേമാണ് 8x². അതിനടുത്ത് എഴുതി കൊടുക്കാം നമുക്ക്, നെഗറ്റീവ് 11x². അടുത്തത് നെഗറ്റീവ് 100x. അതൊരു ഡിഫറെൻറ്റ് ടേമാണ് അല്ലേ. എക്സ് മാത്രമായിട്ടുള്ള ടേം നമ്മൾ എഴുതിയിട്ടില്ലല്ലോ, അപ്പോൾ അതിവിടെ എഴുതി കൊടുക്കാം. ഇനി അടുത്തത് നെഗറ്റീവ് 11yx. ഇവിടെ yx മാത്രമായിട്ടൊരു ടേം ഇല്ലല്ലോ, ഇവിടെ yx² ആണുള്ളത്, ഇവിടെ yx ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അതിനെ വേറെ തന്നെ എഴുതാം. ഇനി അടുത്തത് 20x²y. ഇവിടെ നമുക്ക് x²y ആയിട്ടുള്ളൊരു ടേം ഉണ്ടല്ലോ, yx² x²y സെയിം തന്നെയാണ്, അതിനടുത്ത് നമുക്ക് അത് എഴുതാം. അടുത്തത് നെഗറ്റീവ് 6x². ഇവിടെ നമുക്ക് x² മാത്രമായിട്ടുള്ള 2 ടേംസ് കിട്ടിയിട്ടുണ്ട്, അതിനടുത്ത് അത് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് y മാത്രമായിട്ടുള്ള ടേംസ് ഇല്ലല്ലോ, അപ്പോൾ അത് വേറെ തന്നെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. പിന്നെ 2xy ആയിട്ടുള്ള ടേം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, yx xy സെയിം ആണ്, അപ്പോൾ നമുക്ക് 2xy ഇവിടെ എഴുതാം. ഇനി അടുത്തത് 3x ആണ്. എക്സ് മാത്രമായിട്ടുള്ള ടേമാണ് ഇവിടെ ഉള്ളത് അല്ലേ നമ്മുടെ കയ്യിൽ. എല്ലാ ടേംസും നമ്മൾ എഴുതിയില്ലേ. 7y² ലൈക്ക് ടേംസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ടേം വൈക്കും നമുക്ക് ലൈക്ക് ടേംസ് ഒന്നും കിട്ടിയിട്ടില്ല. മനസ്സിലായല്ലോ? ഇനി ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, നമുക്കത് നോക്കാം. ഇവിടെ 10pq. അടുത്തത് 10pqൻ്റെ ലൈക്ക് ടേം അല്ല, അപ്പോൾ അത് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇവിടെ എഴുതാം നമുക്ക്. അടുത്തത് 8q. അടുത്തത് നെഗറ്റീവ് p² q², അതും ഡിഫറെൻ്റ് ആണ്. അടുത്തത് നെഗറ്റീവ് 7qp. ഇവിടെ 10pq ഉണ്ട്, വേരിയബിൾസ് സെയിം ആണ്, രണ്ടിലും q ഉണ്ട്, രണ്ടിലും p ഉണ്ട്. ഇനി അടുത്തത് നെഗറ്റീവ് 100q. അപ്പോൾ നമുക്കത് 8qൻ്റെ അടുത്ത് എഴുതാം. അടുത്തത് നെഗറ്റീവ് 23, അത് ഡിഫറെൻ്റ് ആണ്, നമുക്ക് വേറെ എഴുതാം. 12q² p². q² p² ആണല്ലോ ഇവിടെ ഉള്ളത്, p² q², അതിനടുത്ത് എഴുതാം. അടുത്തത് നെഗറ്റീവ് 5p². ഇവിടെ p² മാത്രമായിട്ടുള്ള ഒരു ടേം എഴുതിയിട്ടില്ല, അതുകൊണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് എഴുതാം. അടുത്തത് 41, ഒരു കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ നമുക്ക് ഈ കോൺസ്റ്റന്റിന്റെ അടുത്ത് അത് എഴുതാം. ഇനി അടുത്തത് 2405p. p മാത്രമായിട്ടുള്ള ടേം ഉണ്ടല്ലോ ഇവിടെ, അതിനടുത്ത് എഴുതാം. അടുത്തത് 78qp. qp മാത്രമായിട്ടുള്ള ടേംസ് ആണല്ലോ നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ളത്, അതിനടുത്ത് എഴുതാം. അടുത്ത ടേം നോക്കാം, 13p²q. ഇവിടെ നമ്മൾ p²q ഉള്ള സെറ്റ് ഒന്നും എഴുതിയിട്ടില്ല, അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആണ്, നമുക്കത് ഇവിടെ എഴുതാം. അടുത്തത് 701p². ഈ p² അടുത്ത് എഴുതാലോ. അപ്പോൾ നമ്മൾ എല്ലാ ടേംസും എഴുതി. ലൈക്ക് ടേംസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കണം. ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത എക്സസൈസ് സൊല്യൂഷൻസ് ആയിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.